എവ്രിവൺ, വെൽക്കം ടു MGR വൈബ്സ്. ഇന്നൊരു അടിപൊളി മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാം. എൻ്റെ 2 വയസ്സുള്ള മോന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഈ ഒരു ഷേക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തിളപ്പിച്ചാറിയ പാലും കുറച്ച് നട്ട്സും ഒരു പഴവും എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറുപഴം ഇതുപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിന് മധുരത്തിന് വേണ്ടിയിട്ട് ഈത്തപ്പഴം യൂസ് ചെയ്യാം കേട്ടോ. ഈത്തപ്പഴം അല്ലെങ്കിൽ തേനായാലും മതി. അത് കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിൽ ഇതിലേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മധുരത്തിനൊന്നും ചേർത്തിട്ടില്ല, എന്നാലും ഈ പഴത്തിന് നല്ല മധുരം ഉണ്ടായിരുന്നു. കുട്ടികൾക്ക് ആയതുകൊണ്ട് പഞ്ചസാരയൊന്നും ചേർക്കേണ്ടതില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നട്ട്സ് ചേർത്ത് കൊടുക്കുക. കുറച്ച് കടലയും അണ്ടിപ്പരിപ്പും ബദാമുമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതും കൂടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 1 കപ്പ് പാല് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കുന്നില്ല, ഒരു 1/4 ഭാഗം ഒഴിച്ചതിന് ശേഷം ഇത് കട്ടിയായി പോകുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള പാലും കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുകയാണേ. അപ്പോൾ വലിയവർക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതെങ്കിൽ ഇത് നിങ്ങൾക്ക് കട്ടപ്പാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു സ്കൂപ്പ് ഐസ്ക്രീം ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇതിൽ ഞാൻ ചേർത്തിട്ടില്ല. നന്നായിട്ട് തന്നെ ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ജ്യൂസ് ഗ്ലാസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. കുട്ടികൾക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി ഗ്ലാസ്സുകളൊക്കെ വെച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇഷ്ടത്തോടെ കുടിക്കുമല്ലേ. എൻ്റെ മോൻ അങ്ങനെയാണ്, ഇവനിങ്ങനെ എന്തൊക്കെയോ വെറൈറ്റി ഗ്ലാസ്സുകളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ കടയിൽ നിന്ന് വാങ്ങിച്ച ജ്യൂസിൻ്റെ ഗ്ലാസ്സാണ്, ഇതിലൊഴിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട്. അപ്പം അച്ഛൻ കടയിൽ നിന്ന് വാങ്ങിച്ചെന്ന ഷേക്കാണെന്നൊക്കെ പറയണം, അപ്പോൾ പെട്ടെന്ന് കുടിച്ചോളും. ഞാൻ നേരെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് അനാറും അതുപോലെ തന്നെ നട്ട്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഷേക്കിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുത്താൽ കുടിക്കുമ്പോൾ നമുക്കൊരു ടേസ്റ്റാണ്. പക്ഷേ എൻ്റെ മോൻ അത് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അനാറ് പിന്നെയും കഴിക്കുന്നുണ്ടായിരുന്നു, എന്നാൽ ആ നട്ട്സ് ഭാഗമൊക്കെ തുപ്പിക്കളയുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും കുഴപ്പമില്ലായിരുന്നു, 1/4 ഭാഗത്തോളം അത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അവന് ഞാൻ കൊടുത്തിരിക്കുകയാണേ. അവൻ ആ വയലറ്റ് ഗ്ലാസ് ആണ് കേട്ടോ ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. കുട്ടികളെ ഫുഡ് കഴിപ്പിക്കാൻ എന്തൊക്കെ പണിയെടുക്കണമല്ലേ. ഇതിൻ്റെ കൂടെ ഒരു പുഴുങ്ങിയ മുട്ടയും കൂടി ഉണ്ടെങ്കിൽ അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയാണേ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ.